ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് വ്യാഴമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. കന്നിക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ഉത്തരത്തിൽ 3 പാദവും, ഒരു നക്ഷത്രം 4 പാദമുണ്ട്, 60 നാഴികയുണ്ട്, അവസാനത്തെ 45 നാഴികയും അത്തവും ചിത്തിര അരയും ചേരുന്ന, ചിത്തിര 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരാണ് കന്നിക്കൂർ. ഈ കന്നിക്കൂറുകാർക്ക് ഈ മെയ് മാസം 14 തീയതി മുതൽ വ്യാഴം കർമ്മസ്ഥാനമായിരിക്കുന്ന 10ാം ഭാവത്തിലേക്ക് എത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തപ്പെടുന്നു. ഒക്ടോബർ 18 തീയതി മുതൽ കർക്കിടകത്തിലേക്ക് എത്തപ്പെടുന്നു കന്നിക്കൂറുകാർക്ക്. അപ്പോൾ 11ാം ഭാവമല്ല, 10ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും എത്തപ്പെടുന്നു. കാര്യം കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേട, എടവം, മിഥുനത്തിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞാൽ കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം 11ലേക്കും എത്തപ്പെടുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിൽ എപ്രകാരം സ്വാധീനിക്കും, എപ്രകാരം ഗുണങ്ങളുണ്ടാക്കും, ദോഷങ്ങളുണ്ടാക്കും എന്നാണ് പറയുന്നത്. വ്യാഴത്തിനെ സംബന്ധിച്ച് ജീവനെന്ന്, സുരിയെന്ന്, സുരേഠ്യനെന്ന്, ഗുരുവെന്ന്, മന്ത്രിയെന്ന്, ആര്യനെന്ന്, സുരഗുരു എന്ന്, ബൃഹസ്പതി എന്നൊക്കെ പര്യായമുണ്ട്. സുവർണ്ണ മഞ്ഞ നിറമാണ് അവയവം. വ്യാഴത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം, നെഞ്ചിനെ പറ്റിയൊക്കെ ചിന്തിക്കും. അതായത് എല്ലാ ഗ്രഹങ്ങൾക്കും 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെങ്കിലും വ്യാഴത്തിന് വിശേഷിച്ച് ത്രികോണഭാവങ്ങളായിരിക്കുന്ന 5ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും വിശേഷിച്ച് ദൃഷ്ടിയുണ്ട്. സ്വർണത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ വ്യാഴത്തെ കണ്ടാണ്. സ്വാദു മധുരരസമാ, വടക്ക് ദിക്ക് പറയുന്നു. ദേവത ബ്രഹ്മാവാണ്. വ്യാഴത്തിന് ബുധൻ, ശുക്രൻ ശത്രുക്കളും ശനി മധ്യമനും മറ്റു ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ്. വ്യാഴത്തിന് കർക്കിടകം രാശി ഉച്ചരാശിയും, ഏതാണോ ഒരു ഗ്രഹത്തിന് ഉച്ചരാശി അതിൻ്റെ 7ാം രാശി നീചരാശി. അപ്പം മകരം രാശി നീചരാശിയുമാണ്. ഇനി ഈ വ്യാഴത്തിൻ്റെ മാറ്റം കണ്ട് ഇവർക്കുണ്ടാവുന്ന ഫലങ്ങളെന്ന് പറയുമ്പോൾ കൂടുതൽ അനുകൂലമായ ഫലങ്ങളുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും നിറവേറ്റുവാനൊരു യോഗമുണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉയർച്ചയുണ്ടാകും. രോഗഗ്രസ്തമായിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാനുള്ള സാഹചര്യം വരും. രോഗത്തിൽ നിന്ന് ആശ്വാസമുണ്ടാകും. പിന്നെ വിദേശത്തുള്ളവർക്ക് അനുകൂലമായ ഒരു ഫലമുണ്ടാകും. എന്നാൽ അറിയാതെ ചില ശത്രുതകൾ ഉണ്ടാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കേസ്, വഴക്ക് ഇത്യാദി കാര്യങ്ങൾക്ക് ഒക്കെ അറിയാതെ സംഭവിക്കാനുള്ള തൻ്റേതായ കുറ്റം കണ്ടല്ലാതെ പരപ്രേരണ കണ്ട് ചില വൈഷമ്യങ്ങൾ ഇവരെ തേടിയെത്താം. അങ്ങനെയുണ്ട്. പിന്നെ ദാമ്പത്യപരമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് കലഹമുണ്ടാകാം. തൊഴിൽപരമായിട്ട് ചില അനുകൂലതകൾ വരാം. പിന്നെ നമ്മൾ അശ്രദ്ധ മൂലം ചെന്ന് പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തികൾ, വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ചില വ്യക്തിഗതമായ ചില പ്രവൃത്തികൾക്ക് വൈഷമ്യങ്ങൾ അറിയാതെ നേരിടാം. അതും സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ പുതിയ വാഹനയോഗം പറയുന്നു, വസ്തുയോഗം പറയുന്നു, ഗൃഹം മോടി പിടിപ്പിക്കൽ പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള അനുകൂലതകളും കാണുന്നുണ്ട്. പിന്നെ പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയെങ്കിൽ പാലഭിഷേകം നടത്തുക, ഷഷ്ടിവ്രതം എടുക്കുക, പഞ്ചാമൃത നിവേദ്യം നടത്തുക, വേൽ സമർപ്പണം ചെയ്യുക, മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക, ആവാഹന്തി സൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി നടത്തുക, ചതുർത്ഥി വ്രതമെടുക്കുക. അതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിങ്കിൽ, ശ്രീകൃഷ്ണസ്വാമിയെങ്കിൽ പാൽപ്പായസ നിവേദ്യം, ഏകാദശി വ്രതം, തുളസിഹാരം ചാർത്തുക, കമലദളം കൊണ്ട് മാല ചാർത്തുക, താമരപ്പൂ കോർത്ത് മാല ചാർത്തുക, മഞ്ഞപ്പട്ട് ചാർത്തിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം ധന്വന്തരി മന്ത്രം ജപിക്കുക. പേരും നാളും പറഞ്ഞിട്ട് ശാപം മോചന ശത്രുമോചന പേരും നാളും പറഞ്ഞിട്ട് ഭാഗ്യം സാധേയ ആയുരാരോഗ്യ സൗഭാഗ്യ സാധയ ഓം നമോ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ഇങ്ങനെ ജപിക്കുക. ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 91ാമത്തെ സങ്കീർത്തനം, കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയം പറയും.
ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. അവിടുത്തെ ചിറകുകൾ വിശ്വസയും കവചയും പരിചയമായിരിക്കും. പകൽ പരക്കുന്ന അശ്രദ്ധയും ഉച്ചയ്ക്ക് വരുന്ന വിനാശത്തെ ഇത് ചൊല്ലുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഗ്രിബ്, ഇശാഖ്, സുബഹി, ഇതിൽ മഗ്രിബിൻ്റെ സമയത്ത് 25-ാമത്തെ ആയത്ത് ചൊല്ലുക. ബാക്കി നിസ്കാരവേളയിൽ ഫാത്തിഹ ഓതുന്നതും കൂടുതൽ അനുകൂലപ്രദമായിരിക്കും. ആകയാൽ ഒരുപാട് പരിഹാരം നടക്കുന്നു. ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ, ഭരദേവതകൾ, മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.